എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് അടുത്തായിട്ട് സൗത്ത് എഴുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു 3 BHK ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പുക്കാട്ടുപടി ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 14 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 13 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്കും നമ്മുടെ എയർപോർട്ടിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇൻഡിവിജ്വൽ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 5 മീറ്റർ വീതിയിൽ 2 വണ്ടി ഒരേ സമയം പാസ് ചെയ്യാൻ പറ്റുന്ന റോഡാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15ഓളം വില്ലകൾ അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണിത്. ഒരു വൈഡ് എൻട്രൻസും കൂടാതെ സെക്യൂരിറ്റി ക്യാബിനും ഒരു ഗാർഡൻ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു വില്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പ് എലവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ, ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ ബിൽഡർ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 സെൻറ്റ് ലാൻഡിലായിട്ട് 1680 സ്ക്വയർ ഫീറ്റിൽ 3 BHK അറ്റാച്ച്ഡായിട്ട് കൂടാതെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന. ഒരു വിക്കറ്റ് ഗേറ്റിൻ്റെ സൗകര്യം നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഗേറ്റിൻ്റെ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു CNC ഫ്രെയിം വർക്ക് കൊടുത്തിട്ട് HPL ഷീറ്റിൻ്റെ വർക്കെല്ലാം കൊടുത്തിട്ട് ഒരു 12 അടി സ്ലൈഡിങ് ഗേറ്റും ഒരു 2 അടി ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. ഒരു കവേർഡ് പാർക്കിംഗ് ഏരിയ നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്ന ഒരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. ഫ്ലോറിലായിട്ട് വിരിച്ചിരിക്കുന്നത് കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അത്യാവശ്യം ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഭാഗത്തും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ എലവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടാണ് ഈ ഭാഗവും ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരേ സമയം 3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് സിറ്റ് ഔട്ടിൽ ലഭ്യമാണ്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പില്ലറിലൊക്കെ ടെക്സ്ചർ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ് വരുന്നത്. 2 പാളി ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. മഹാഗണി തടിയിലും ആഞ്ഞിലിമലൊക്കെയാണ് തടിയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടൈൽ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭിത്തിയിലെല്ലാം വാൾപേപ്പറിൻ്റെ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ TV യൂണിറ്റിൻ്റെ വർക്കെല്ലാം കൊടുത്തിട്ട് വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ലൂവറിൻ്റെ വർക്ക് വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ നേരെ വരുന്നതിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. പാർട്ടീഷനൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയിലേക്കുള്ള പാസേജ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഡൈനിങ് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടുള്ള 3 പാളി വിൻഡോ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിംഗ്, ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ വാഷിംഗ് ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ കൗണ്ടർ ടോപ്പ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെ തന്നെ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ലൈറ്റിൻ്റെ മിററിൻ്റെ ഒക്കെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലൂവർ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്ത് ചിമ്മിണി വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യവും കിഴക്ക് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കബോർഡ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ പാറ്റേണുള്ള കബോർഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു L ടൈപ്പിൽ വരുന്ന ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. വടക്ക് വശത്തായിട്ട് ഒരു സിങ്കിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. 2 സെറയുടെ തന്നെ ടാപ്പുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയറിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ
ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കവറൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ടൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതിൻ്റെ കിണർ വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. കൂടാതെ KW വാട്ടർ കണക്ഷൻ്റെ സൗകര്യവും നമുക്ക് ലഭ്യമാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 145 സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു ബെഡ്റൂം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ടും തെക്ക് ഭാഗത്തായിട്ടും എല്ലാം നല്ല രീതിയിൽ വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങും ലോവർ പാനലിംഗ് എല്ലാം ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 പാളി കബോർഡ് വർക്കും അതിലൊരു മിററിൻ്റെ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഡ്രോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഷെൽഫുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം സ്പേസ് നമുക്ക് കിട്ടുന്ന നല്ലൊരു ടൈൽ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ഒരു ക്ലോക്ക് വൈസ് സ്റ്റെയർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടറിൻ്റെ ക്യാബിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് വാക്വേലായിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. റൈസറായിട്ട് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഭാഗത്തായിട്ടും വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭിത്തിയിലായിട്ട് ഒരു സ്ട്രൈപ്പ് ഡിസൈനിൽ വരുന്ന വാൾപേപ്പറിൻ്റെ വർക്കുകളും ഫാൻസി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സെയിം സൈസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ LED ലൈറ്റിംഗ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. വിൻഡോയുടെ സൗകര്യങ്ങൾ 2 ഭിത്തിയിലായിട്ടും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കബോർഡ് വർക്കുകൾ വരുന്നത്. അതിനകത്ത് അറ്റാച്ചഡായിട്ട് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്ക് എത്തിയാൽ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് എത്തുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് 3ാമത്തെ ബെഡ്റൂമായിട്ടും കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടും 3 പാളി വിൻഡോസ് വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ടും 3 പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ലോവർ പാനലിങ്ങും കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. സെയിം ഫിറ്റിങ്ങുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂഫ് ടോപ്പായിട്ടുള്ള കോൺക്രീറ്റിൽ തന്നെ റൂഫ് ടോപ്പ് കൊടുത്തിരിക്കുന്ന ഒരു സ്പേസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അത്യാവശ്യം ഒരു റൂമായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു സ്റ്റഡി ടേബിളും മറ്റുള്ള ബുക്ക് ഷെൽഫും സൗകര്യങ്ങളൊക്കെ ആ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയർ കോൺക്രീറ്റിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ക്യാബിനൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെയിം ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ടൈലാണ് വാക്വേലായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഓപ്പൺ ടെറസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നല്ലൊരു ഫ്ലാറ്റായിട്ട് വരുന്നൊരു ഓപ്പൺ ടെറസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ സ്റ്റെയർ ക്യാബിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ബാലൻസിൻ്റെ എല്ലാ വർക്കുകളും തീർത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ബിൽഡർ നമുക്ക് വീട് നൽകുന്നത്. മുകളിലത്തെ അപ്പർ ലിവിങ് സ്പേസിൽ നിന്നിട്ടാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി ഏരിയ നമുക്ക് ഭാഗത്തും കിട്ടുന്നുണ്ട്. സെയിം ടൈലിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൂണിലായിട്ട് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്.
നല്ല രീതിയിൽ ലോവർ പാനലിങ്ങും LED സിലിണ്ടറിക്കൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറ് നിന്നിട്ടും വടക്ക് നിന്നിട്ടുമുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ അവൈലബിൾ ആണ്. പൂക്കാട്ടുപടിക്ക് അടുത്തായിട്ട് സൗത്ത് എഴുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 14 വില്ലകൾ അടങ്ങുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു 3 BHK ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. സെക്യൂരിറ്റി ക്യാബിനും ഒരു വൈഡ് എൻട്രൻസും 5 മീറ്റർ വീതിയുള്ള റോഡുകളും ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങും അടക്കം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റി കൂടിയാണിത്. 3 സെൻറ്റ് ലാൻഡിലായിട്ട് 1680 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടി വരുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 59 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.